ഹായ് ഓൾ, ഐ+ന്റെ ബാങ്കിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആണ് നോക്കാൻ പോകുന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആദ്യം അത് വന്നപ്പോൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് ആയിരുന്നു. ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് 1949 അപ്പോൾ ബാങ്കിങ് കമ്പനീസ് ആക്ട് വന്നത് 1949 ഇതിനെ ആക്ട് നമ്പർ 10 ഓഫ് 1949 എന്നാണ് അറിയപ്പെടുന്നത്. ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് 10th March 1949 ഈ ഒരു ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. അന്ന് ഇതിൻ്റെ പേര് ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 16th March 1949 ഇത് കെയിം ഇൻ ടു ഫോഴ്സ്. അപ്പോൾ മാർച്ച് മാസം 10 പാസ്സാക്കിയത്, മാർച്ച് മാസം 16 കെയിം ഇൻ ടു ഫോഴ്സ്. ഇനി ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നുള്ള പേര് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റായി മാറിയത് 1966. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ ആദ്യത്തെ പേര്. അത് 1949 പാസ്സാക്കിയത്. ആക്ട് നമ്പർ 10 ഓഫ് 1949 എന്നാണ് അറിയപ്പെടുന്നത്. ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്സാക്കിയത് 10th March 1949 കെയിം ഇൻ ടു ഫോഴ്സ് വെച്ചാൽ 16th March 1949 ബാങ്കിങ് കമ്പനീസ് ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റായി മാറിയത് 1966. അടുത്തത്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് മെയ്ഡ് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാധകമായത് എന്ന് തുടങ്ങിയാണ്. ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. 1st March 1966 തുടങ്ങിയാണ് അത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായത്. എന്നാൽ ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ ടു, അത് ആപ്ലിക്കബിൾ അല്ലാത്തത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കിനും പാക്സിനുമാണ്. ഇനി BR ആക്ട് ആപ്ലിക്കബിൾ ത്രൂ ഔട്ട് ഇന്ത്യ മുഴുവനും പ്രാബല്യത്തിൽ വന്നത് 1956. BR ആക്ടിൽ എത്ര സെക്ഷൻ ഉണ്ട്? 56 സെക്ഷനുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നോക്കേണ്ടത് BR ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായത് എന്ന് തുടങ്ങിയാണ്. 1/3/1966. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനും പാക്സിനും BR ആക്ട് ബാധകമല്ല. ഇനി ഇന്ത്യ ഒട്ടുക്കും BR ആക്ട് ബാധകമായത് 1956 മുതൽ. BR ആക്ടിൽ എത്ര സെക്ഷനുകളാണ് ഉള്ളത്? 56. അപ്പോൾ ഈ 1956 ഈ 56 നിങ്ങൾക്ക് കോയിൻസൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ടോട്ടൽ നമ്പർ ഓഫ് ഷെഡ്യൂൾസ്. BR ആക്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് ഷെഡ്യൂൾസുകളുടെ എണ്ണം 5 5 ഷെഡ്യൂളുകളാണ് BR ആക്ടിലുള്ളത്. ഇനി അതിനകത്ത് തേർഡ് ഷെഡ്യൂൾ, മൂന്നാമത്തെ ഷെഡ്യൂൾ കാണിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബാങ്കിങ് കമ്പനി, ബാങ്കിങ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 5th ഷെഡ്യൂൾ കാണിക്കുന്നത് ഇതിനകത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ബാധകമായ കാര്യങ്ങൾ, ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തൊക്കെയാണ് BR ആക്ടിൽ പറയുന്നത് എന്നുള്ളതാണ് 5th ഷെഡ്യൂളിൽ പറയുന്നത്. പലവട്ടം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, BR ആക്ടിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? 5 ഷെഡ്യൂളുള്ളത്. തേർഡ് ഷെഡ്യൂളിൽ പറയുന്നത് ബാങ്കിങ് കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റിയാണ്. 5th ഷെഡ്യൂളിൽ പറയുന്നത് BR ആക്ട് ആപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറ്റിയാണ് പറയുന്നത്. അടുത്തത് സെക്ഷൻസ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ 3 പറയുന്നത് ദിസ് സെക്ഷൻ വിൽ നോട്ട് അപ്ലൈ ടു സർട്ടൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ചില കോപ്പറേറ്റീവ് സൊസൈറ്റീസിനും ബാധകമല്ലാത്തത്, നമ്മൾ പാക്സും ലാൻഡ് മോർഗേജ് ബാങ്കുകൾക്കും ബാധകമല്ലാത്ത കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഇനി സെക്ഷൻ 5 എന്ന് പറയുന്നത് ഡെഫിനിഷൻ അഥവാ ഇൻ്റർപ്രിറ്റേഷൻ ആണ്. സെക്ഷൻ 5A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്, സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ RBO അപ്രൂവ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റീസ് ആണ് സെക്ഷൻ 5A വരുന്നത്. 5B വരുന്നത് നമുക്കറിയാം ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ് ആണ് വരുന്നത്. 5C വരുന്നത് ബാങ്കിങ് കമ്പനിയാണ്. ഒന്നുകൂടെ നോക്കാം. സെക്ഷൻ 3 പറയുന്നത് സെക്ഷൻ വിൽ നോട്ട് ബി അപ്ലൈ ടു സർട്ടൺ കോപ്പറേറ്റീവ്സ്, അതിനകത്ത് പാക്സും LMBസും വരും. സെക്ഷൻ 5 വരുന്നത് ഡെഫിനിഷൻസ്, നിർവചനങ്ങളും ഇൻ്റർപ്രിറ്റേഷൻസുമാണ്. സെക്ഷൻ 5A അപ്രൂവ്ഡ് സെക്യൂരിറ്റീസ്. സെക്ഷൻ 5B വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ്. സെക്ഷൻ 5C ബാങ്കിങ് കമ്പനി. അടുത്തത് സെക്ഷൻ 6(1) ബാങ്കിങ് ബിസിനസ്സിനെ പറ്റിയാണ് പറയുന്നത്. ബിസിനസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ബാങ്കിങ് ബിസിനസ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഷുറൻസ്, മോർഗേജ് ആൻഡ് ഡസ് നോട്ട് അലോ ടു കണ്ടക്ട് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ബാങ്കിങ് ബിസിനസ്സിൽ ഒരിക്കലും ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇല്ല, പക്ഷേ ഇൻഷുറൻസും മോർഗേജും ഉണ്ട്. ഇൻഷുറൻസ് ബാങ്കിൽ വിൽക്കുന്ന അതിനെ നമ്മൾ ബാങ്ക് അഷുറൻസ് എന്നാണ് വിൽക്കുന്നത്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ആ ഒരു ചോദ്യം. ബാങ്ക് അഷുറൻസ്.
അടുത്ത സെക്ഷൻ 7 യൂസേജ് ഓഫ് വേർഡ് ബാങ്ക്, ബാങ്കിങ്, ബാങ്കിങ് കമ്പനി ബൈ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് പണിഷബിൾ. അപ്പോൾ സെക്ഷൻ 7 പറയുന്നത് മറ്റ് സ്ഥാപനങ്ങൾ ബാങ്കോ ബാങ്കിങ്ങോ ബാങ്കിങ് കമ്പനിയോ അങ്ങനെയുള്ള വാക്കുകൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗിക്കുന്നത് പണിഷബിളാണ്, ശിക്ഷാർഹമാണ് എന്ന് പറയുന്ന നിയമമാണ് സെക്ഷൻ 7. സെക്ഷൻ 8 പ്രൊഹിബിറ്റ്സ് എ ബാങ്ക് ഫ്രം ക്യാരിയിങ് ഓൺ ട്രേഡിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഒരു ബാങ്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ക്യാരി ഓൺ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന, നിരോധിക്കുന്ന നിയമമാണ് സെക്ഷൻ 8 പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സെക്ഷൻ 6(1) ബാങ്കിങ് ബിസിനസ്. സെക്ഷൻ 7 യൂസേജ് ഓഫ് വേർഡ് ബാങ്ക്, ബാങ്കിങ്, ബാങ്കിങ് കമ്പനി ബൈ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പണിഷബിൾ ആണ്. സെക്ഷൻ 8 പ്രൊഹിബിറ്റ്സ് എ ബാങ്ക് ഫ്രം ക്യാരിയിങ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ്. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ക്യാരി ചെയ്യുന്നത് നിരോധിക്കുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ സെക്ഷൻ 17 റിസർവ് ഫണ്ട്. സെക്ഷൻ 17 റിസർവ് ഫണ്ട്. അതിൻ്റെ 17(1) പറയുന്നത് നോട്ട് ലെസ് ദാൻ 20% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 20% നോട്ട് ലെസ് ദാൻ 20% താഴെ പോകാൻ പാടില്ല. പക്ഷേ 25% ആണ് അറ്റ് പ്രസൻറ്റ് RBI 31/3/2003 പ്രകാരം 25% ആണ് പറയുന്നത്. ഓക്കെ. സെക്ഷൻ 18 ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. കാൽക്കുലേറ്റ് ഓൺ ദ ഡെയിലി ബേസിസ് ആണ് ക്യാഷ് റിസർവ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 4.53ക്കും 4.5നും ഇടയിലായിരിക്കും. സെക്ഷൻ 21 RBI ഹാസ് ദ പവർ ടു ഗീവ് ഡയറക്ഷൻ റിലേറ്റിംഗ് ടു ബാങ്ക് ഇൻട്രസ്റ്റ്. ബാങ്കിൻ്റെ പലിശ നിരക്കിനെ പറ്റിയുള്ള ഡയറക്ഷൻസ് കൊടുക്കാനുള്ള അധികാരം RBIക്കാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 21. സെക്ഷൻ 22 ബാങ്കിങ് കമ്പനി ഷുഡ് ബി ഒബ്റ്റൈൻ ലൈസൻസ് ഫ്രം RBI ഫോർ ബാങ്കിങ് ബിസിനസ്. ബാങ്കിങ് ബിസിനസ് നടത്തണമെങ്കിൽ RBIയിൽ നിന്ന് ലൈസൻസ് കിട്ടണമെന്ന് പറയുന്ന നിയമമാണ് സെക്ഷൻ 22. ഒന്നുകൂടെ പറയാം. സെക്ഷൻ 17 റിസർവ് ഫണ്ട്. അത് 20% താഴെ പോകാൻ പാടില്ലെന്നാണ് 17(1) ആദ്യം പറയുന്നത്. പക്ഷേ 31/3/2003 പ്രകാരം RBIയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം 25% പ്രസൻ്റ്ലി. സെക്ഷൻ 18 പറയുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. സെക്ഷൻ 21 പറയുന്നത് RBIക്ക് പലിശ നിരക്ക് സംബന്ധമായിട്ടുള്ള ഡയറക്ഷൻസ് കൊടുക്കാനായിട്ടുള്ള അധികാരം, പവറിനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 21. സെക്ഷൻ 22 എന്ന് പറയുന്നത് ബാങ്കിങ് കമ്പനികൾ റിസർവ് ബാങ്കിൽ നിന്ന് ലൈസൻസ് നേടിയിരിക്കണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 22. സെക്ഷൻ 23 ബാങ്ക് ഷുഡ് ഒബ്റ്റെയിൻ ദ പെർമിഷൻ ഫ്രം RBI ബിഫോർ ഓപ്പണിംഗ് ബ്രാഞ്ചസ്. അപ്പോൾ പുതിയ ബ്രാഞ്ചസ് തുടങ്ങുമ്പോൾ RBIയിൽ നിന്നും പെർമിഷൻ കിട്ടണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 23. അപ്പോൾ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുമ്പോൾ, പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആരുടെ പെർമിഷൻ വേണം? RBIയുടെ പെർമിഷൻ വേണം എന്ന് പറയുന്നതാണ് സെക്ഷൻ 23. സെക്ഷൻ 24 സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത് RBI ആക്ടിൽ വരുമ്പോൾ സെക്ഷൻ 42 ആണ്. അപ്പോൾ സെക്ഷൻ 24 SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അത് RBI ആക്ടിൽ വരുമ്പോൾ സെക്ഷൻ 42 ആണ്. നിലവിൽ SLR എന്ന് പറയുന്നത് 17-18 ഇടയിലായിരിക്കും. ഓക്കെ. സെക്ഷൻ 26 റിട്ടേൺ ഓൺ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. സെക്ഷൻ 29 അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. സെക്ഷൻ 30 എന്ന് പറയുന്നത് ഓഡിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ സെക്ഷൻ 23 ബാങ്ക്സ് ഷുഡ് ഒബ്റ്റെയിൻ പെർമിഷൻ ഫ്രം RBI ബിഫോർ ഓപ്പണിംഗ് ബ്രാഞ്ചസ്. ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് RBIയിൽ നിന്ന് പെർമിഷൻ കിട്ടുന്നതാണ് സെക്ഷൻ 23. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോനെ പറ്റി പറയുന്നതാണ് സെക്ഷൻ 24. അത് RBI ആക്ടിൽ വരുമ്പോൾ സെക്ഷൻ 42. സെക്ഷൻ 26 റിട്ടേൺ ഓഫ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ്. സെക്ഷൻ 29 അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് ഷീറ്റ്. സെക്ഷൻ 13 ഓഡിറ്റ്. സെക്ഷൻ 35 RBIയുമായി ബന്ധപ്പെട്ടുള്ള ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്പെക്ഷൻ. സെക്ഷൻ 35A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്ന വർഷം 1995. ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്ന വർഷം 1995 ഗോയ്പൊരിയ കമ്മിറ്റി പ്രകാരമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ വന്നത്. അടുത്തത് സെക്ഷൻ 36 അക്വിസിഷൻ ഓഫ് ബാങ്കിങ് കമ്പനി. സെക്ഷൻ 56 പ്രൊവിഷൻ ഫോർ റിലേറ്റിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5 പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസിനെ പറ്റിയാണ് സെക്ഷൻ 56 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ 35 ഇൻസ്പെക്ഷൻ. സെക്ഷൻ 35A ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം വന്നത് ഗോയ്പൊരിയ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം 1995. സെക്ഷൻ 36 അക്വിസിഷൻ ഓഫ് ബാങ്കിങ് കമ്പനി. സെക്ഷൻ 56 പ്രൊവിഷൻ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്പെസിഫൈഡ് ഇൻ പാർട്ട് 5. ഓക്കെ. അപ്പോൾ ബാങ്ക് റെഗുലേഷൻ ആക്ടിൻ്റെ ഈ പ്രധാനപ്പെട്ട സെക്ഷൻസ് കണ്ട് മനസ്സിലാക്കുക. താങ്ക് യു.